ഇസ്രായേലിനെ ചൊറിഞ്ഞ് ഹമാസ് തീവ്രവാദികൾ പണി വാങ്ങിക്കൂട്ടിയപ്പോൾ പെട്ടുപോയത് പലസ്തീനിലെ നിരപരാധികളാണെങ്കിലും കേരളമടക്കമുള്ള ചിലയിടങ്ങളിലെ കണ്ണിംഗ് പൊളിറ്റീഷ്യന്മാർക്ക് അതൊരു സുവർണ അവസരം തന്നെയായിരുന്നു. അതിനായി അവർ ക്രിയേറ്റ് ചെയ്തത് പലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ ഒരു തരംഗം തന്നെയായിരുന്നു. വോട്ട് ബാങ്കുകൾ മുന്നിൽ കണ്ട് മനുഷ്യാവകാശത്തിൻ്റെ പേര് പറഞ്ഞ് തീവ്രവാദികൾക്ക് വേണ്ടി കരഞ്ഞ് തങ്ങളുടെ സോഷ്യോ പൊളിറ്റിക്കൽ ഭാവിയെ സുരക്ഷിതമാക്കിയ ഇക്കൂട്ടർ ഇപ്പോൾ റാഫയിലെ നിരപരാധികളുടെ കണ്ണുനീർ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള കൗശല ബുദ്ധിയോടെ റാഫയിലേക്ക് കണ്ണുനട്ട് പുത്തൻ പ്രതിഷേധ തരംഗങ്ങൾക്ക് കളം ഒരുക്കുകയാണ്. നിരപരാധികളായ പലസ്തീനികളെ മനുഷ്യ കവചമാക്കി ചതിക്കുന്ന ഹമാസ് തീവ്രവാദികൾ അവരെ ആസൂത്രിതമായി അപായപ്പെടുത്തുമ്പോഴും അത് വെച്ച് മുതലെടുപ്പ് നടത്തുമ്പോഴും ആ തീവ്രവാദികൾക്ക് ഹീറോ പരിവേഷം നൽകാനുള്ള ഇവരുടെ ആവേശം അപലപനീയം തന്നെയാണ്. വാസ്തവത്തിൽ റാഫയിൽ ഒളിഞ്ഞിരിക്കുന്ന ഹമാസ് തീവ്രവാദികളെ പിടികൂടുന്നതിനും റാഫ പ്രവിശ്യയെ സ്വതന്ത്രമാക്കുന്നതിനും വേണ്ടിയാണ് ഇസ്രായേൽ അവിടെ സൈന്യത്തെ വിന്യസിച്ചത്. തങ്ങളുടെ പൗരന്മാരിൽ 1300 പേരെ കൊന്നുതള്ളിയ തീവ്രവാദികളെ തീർക്കുമെന്നത് ഇസ്രായേലിൻ്റെ അചഞ്ചലമായ തീരുമാനം തന്നെയാണ്. അത് മനസ്സിലാക്കിയ തീവ്രവാദികൾ സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമാക്കിയും അത് പ്രചരിപ്പിച്ച് ഇരവാദം ഉയർത്തിയും രക്ഷപ്പെടുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് തന്നെ ഭീഷണിയായ ഈ നരാധമ കൂട്ടത്തെ ഒറ്റപ്പെടുത്താനല്ലേ വാസ്തവത്തിൽ സോഷ്യൽ ഫിഗറുകളും ആക്ടിവിസ്റ്റുകളും ശബ്ദമുയർത്തേണ്ടത്? എന്നാൽ തീവ്രവാദികളെ രക്ഷിക്കാൻ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കൊപ്പം ചില സിനിമാ താരങ്ങളും കൊണ്ടിളകി രംഗത്ത് വന്നിരിക്കുകയാണ്. കുടുംബത്തിൽ പ്രദർശിപ്പിക്കാൻ കൊള്ളാത്ത പരുവത്തിൽ ബിരിയാണി വെച്ച് വിളമ്പിയ ബിരിയാണി നടി പാലസ്തീൻ പതാക പ്രിന്റ് ചെയ്ത ബാഗും തോളിലേന്തി കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേദിയിലെത്തി തുടങ്ങിയ ഈ പ്രതിഷേധത്തിൻ്റെ മുൻപിലേക്ക് മെഗാതാരത്തിൻ്റെ പുത്രനും അണിനിരുന്നതോടെ കണ്ണുകളെല്ലാം റാഫയിലേക്കെന്ന റാഫ ഐക്യദാർഢ്യം ചിലർ തരംഗമാക്കിയിരിക്കുകയാണ്. പലസ്തീനിൽ ദുരിതമനുഭവിക്കുന്ന നിരപരാധികൾക്കൊപ്പം നിൽക്കുന്നത് തന്നെയാണ് അനിവാര്യത. എന്നാൽ തീവ്രവാദത്തെ തള്ളിപ്പറയാൻ ഇവർക്കെന്താണ് ഇത്ര ബുദ്ധിമുട്ട്? മറ്റ് സ്ഥലങ്ങളിൽ തീവ്രവാദികൾ കൊന്നു തള്ളുന്ന ഇസ്ലാമിതര മതസ്ഥരെക്കുറിച്ച് എന്താണ് ഇവർ ഒന്നും മിണ്ടാത്തത്? പലസ്തീനിൽ ഒരു ഓലപ്പടക്കം പൊട്ടിയാലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയകളിലും ചാനൽ ഫ്ലോറുകളിലും നവരസങ്ങൾ പകർന്നാടുന്ന ഇവരൊന്നും ഹമാസ് തീവ്രവാദികൾ പച്ചയ്ക്ക് കൊന്നുതള്ളിയ 1300-ൽ പരം ജൂതന്മാർക്ക് വേണ്ടി മനുഷ്യാവകാശത്തിൻ്റെ ഏതെങ്കിലും ഒരു 4 വാക്ക് പറയാത്തത് എന്തുകൊണ്ടാണ്? മനുഷ്യ സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് ഇവരൊക്കെ ഒഴുക്കുന്നത് വർഗീയതയുടെ മുതലക്കണ്ണീര് തന്നെയാണ്. അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റും ഫുലാനി തീവ്രവാദികളും ബോക്കോ ഹറാം ഭീകരന്മാരും അടങ്ങുന്ന ഇസ്ലാമിക തീവ്രവാദികൾ നൈജീരിയയിലും നൈജറിലും ബുർക്കിന ഫാസോയിലും ക്രിസ്ത്യാനികളെ കരുണയുടെ കണിക പോലുമില്ലാതെ പച്ചയ്ക്ക് കൊന്നു തള്ളുമ്പോൾ അതിനു നേരെ അപലപനീയതയുടെ ഒരു ഈമോജിയെങ്കിലും കാട്ടാൻ ഇവർ തയ്യാറായാനേ. അതും പോകട്ടെ, സൗദി ഹൂതി യുദ്ധത്തിലോ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലോ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന 10,000-ങ്ങളെക്കുറിച്ച് ഇവർക്കെന്തേ വേവലാതിയില്ലാത്തത്? പച്ചയ്ക്ക് പറഞ്ഞാൽ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് ഒരു പ്രത്യേക വിഭാഗമാണെങ്കിൽ ഇരവാദ കരച്ചിൽ, ഓഫ്ലൈനിലും ഓൺലൈനിലും പ്രതിഷേധം, ചർച്ച. എന്നാൽ തീവ്രവാദികളാൽ കശാപ്പ് ചെയ്യപ്പെടുന്നത് ക്രൈസ്തവരാണെങ്കിൽ ആസൂത്രിതമായ മൗനം. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരല്ലെങ്കിലും തങ്ങൾ തന്നെ തമ്മിൽ തല്ലി ചാകുന്നതാണെങ്കിലും ഈ ക്യാമ്പയിനിങ്കാരുടെ മനുഷ്യ സ്നേഹം ഉണരില്ല. അല്ലയോ രാഷ്ട്രീയക്കാരെ, സിനിമാക്കാരെ, ചിലത് മാത്രം കണ്ടും ചിലതൊക്കെ മനഃപൂർവ്വം കാണാതെയും മരണത്തിൽ പോലും മനുഷ്യരെ തരംതിരിക്കുന്ന നിങ്ങളുടെ ഈ തരംതാണ മനോഭാവം കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങളോടിപ്പോൾ പരമപുച്ഛമാണ് തോന്നുന്നത്. കാരണം നിങ്ങളൊക്കെ നിലനിൽക്കുന്നത് യഥാർത്ഥ മനുഷ്യ സ്നേഹത്തെ പ്രതി ആയിരുന്നെങ്കിൽ പലസ്തീനികളോട് കാണിക്കുന്ന അതേ സ്നേഹം ലോകത്തെവിടെയും മരിച്ചു വീഴുന്ന മനുഷ്യരോട് നിങ്ങൾ കാണിക്കുമായിരുന്നു. നൈജീരിയക്കാരോടും നൈജറിലുള്ളവരോടും ബുർക്കിന ഫാസോയിലുള്ളവരോടും നഗോർണോ കരാബാക്ക് നിവാസികളോടും ഹമാസ് കൊന്നുതള്ളിയ ഇസ്രായേലിനോടും നിങ്ങൾ കാണിക്കുമായിരുന്നു.